ആയിഷമോളുടെ കുതിര ട്രാക്കിലേക്ക് വരാൻ കേട്ടോ. വാപ്പിച്ച് പിടിച്ചിട്ട് വരാണ്. മോളുണ്ട് ഒപ്പം. ഒരു ഫാമിലി തന്നെ ഇവിടെ ഉണ്ട്. അത് കാണാൻ വേണ്ടി കോഴിക്കോട് നിന്നാണ് ആയിഷമോൾ വരുന്നത്. അടുത്തതായി ട്രാക്കിൽ ആയിഷ മർവ, ആയിഷ മർവ ഒരു പെൺകുട്ടിയാണ് കുതിരയുമായി ട്രാക്കിലേക്ക് എത്തിച്ചേരുന്നത്. ധീര എന്ന് പറയുന്ന കുതിരയുമായി ആയിഷ മർവ. ചാലിയാർ ഹോഴ്സ് റൈഡിംഗ് അക്കാദമിയുടെ ധീരയാണ് ട്രാക്കിൽ അടുത്തതായി ഓടാൻ വരുന്നത്. ആ കുതിരയോടൊപ്പം തന്നെ കുതിരയെ പിടിച്ചിട്ടുള്ള ബിറ്റിൽ പിടിച്ചിട്ടുള്ള ആളാണ് ഐഷാമോളുടെ പിതാവ്, ഫാദർ. ആ ഫാദർ തന്നെയാണ് ഐഷാമോളെ ട്രെയിൻ ചെയ്യിച്ചത്. ആ കുതിരപ്പുറത്തേക്ക് കയറിയുണ്ട്. ആടും ഒന്നല്ല രണ്ട് വട്ടം ആ കുതിരപ്പുറത്ത് നിന്ന് താഴത്തേക്ക് വീണു. ടെമ്പറുള്ള കുതിരയാണ്. എന്നിട്ടും വീണ്ടും മൂന്നാമത് ആ കുതിരപ്പുറത്തേക്ക് കയറിയേക്കാണ്. വാപ്പ അതിനോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. കുതിരയാണ്, ഒരു കുഴപ്പം പിടിച്ച കുതിരയാണ്. ഒരു വട്ടം ട്രൈ ചെയ്തു, രണ്ടാമതും ട്രൈ ചെയ്തു, മൂന്നാമതും ട്രൈ ചെയ്തു. എല്ലാവരും ഇത് കണ്ടു നിൽക്കുകയാണ്. വളരെ വിഷമത്തിലായി. വീണ്ടും ഫാമിലിയോടൊപ്പം ആ കുതിരയായി ആ റേസിന് പങ്കെടുക്കാൻ പറ്റാതെ ഐഷമോള് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് പോകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഐഷമോള് കയറി പോകുന്നത് കണ്ണീരോടെയാണ്. പരിക്ക് പറ്റിയതിൻ്റെ അല്ല, വേദന എടുത്തതിൻ്റെ അല്ല, ആ റേസിന് ഓടിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തോടുകൂടെയാണ് തിരിച്ചു പോകുന്നത്. അന്നാ നമുക്ക് തെറ്റി. ഇനിയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടിരിക്കേണ്ടത്. ഒരു വട്ടം കൂടെ കയറാനുള്ള ശ്രമത്തിലാണ് ആ പെൺകുട്ടി ആവശ്യപ്പെട്ടുണ്ട്. കുതിര കുറച്ച് കുഴപ്പക്കാരൻ പിടിച്ച കുതിര. എക്സ്പീരിയൻസിന്റെ കുറവില്ല, കുറെ നാളായിട്ട് ഓടിക്കുന്നതാണ്. പക്ഷെ കുതിരകളുണ്ട്. ചില കുതിരയുടെ അടുത്ത് എത്ര വർഷം കഴിഞ്ഞാലും 10-15 വർഷം ഓടിക്കുന്നവർക്ക് ചില കുതിരയുമ്പോൾ കയറാൻ പറ്റുന്നില്ല. ചില കുതിരയുടെ രണ്ടാം വട്ടം കൂടെ കയറാൻ ശ്രമിക്കാനുണ്ട്. 1, 2, 3 നമ്മൾ ഒരു സമയം കൂടി അനുവദിച്ചു നൽകിയ കുതിരകൾക്ക് ഇപ്പോൾ ഒരു അവസരം കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, കുതിരകൾ നമ്മുടെ സ്റ്റാറ്റിക് പോയിന്റ് കടന്നുപോയ കുതിരകൾക്കെല്ലാം അല്ലാതെ നമ്മുടെ സ്റ്റാറ്റിക്കിന് മുന്നേ കുറച്ച് കുതിരകൾ കളിച്ചു നിന്ന് ഹോളായി വിട്ടിരുന്നു. അവർക്ക് ഒരു ചാൻസ് കൂടി ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഒരു 5 മിനിറ്റ് സമയം കൂടി ആ കുതിരകൾക്കുള്ള ചാൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടാതെ ഉള്ള കുതിരകൾ എത്രയും പെട്ടെന്ന് തന്നെ രണ്ടാം വട്ടം കൂടെ കയറാൻ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ സ്റ്റാറ്റിക് പോയിന്റിലേക്ക് ചേരുകയാണെങ്കിൽ അവർക്ക് അവസരം കൂടി നൽകുന്നതാണ്.
പലവട്ടം കയറാൻ ശ്രമിച്ചിട്ടും കുഴപ്പക്കാരനായ കുതിര കൊണ്ട് അതിൻ്റെ മേലേക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കയറാൻ ശ്രമിക്കുകയാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആ പെങ്കൊച്ചൊന്ന് ഓടിച്ച് കാണുന്നത്. അത്ര കുഴപ്പം പിടിച്ചൊരു കുതിരയുടെ മേലിൽ കയറാമെന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. കാണികൾക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം 3 വട്ടമാണ് കുതിരപ്പുറത്തുനിന്ന് താഴത്തേക്ക് വീഴ്ചത്. നല്ല ടെമ്പറിലാണ് കുതിര. ആൾ കയറുന്നതിന് മുമ്പ് തന്നെ കുതിര മറിഞ്ഞു വീഴാൻ ശ്രമിക്കുകയാണ്. ആളുകളെ ചവിട്ടിയും ഒക്കെ ഓടിക്കാൻ കുതിര ശ്രമിച്ചുകൊണ്ടിരിക്കാം. കുതിര വയലൻ്റാണ്. അപ്പോൾ ആ കുതിരേനെ സൈലൻ്റ് ആക്കുക എന്നുള്ളതാണ്. ഇനി ട്രെയിനർമാർ അതിൻ്റെ അടുത്തേക്ക് വരും. വ്യത്യസ്തമായ കുറേ കുതിരകളുടെ കുറേ ട്രെയിനർമാർ നിലവിൽ അവിടെയുണ്ട്. അവരിൽ 1-2 പേര് വന്ന് ആ കുതിരേനെ കുറഞ്ഞ സമയം കൊണ്ട് ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാൻ കേട്ടോ. മെയില് 2 വട്ടം അതിൻ്റെ താഴെ നിന്ന് വീണതാണ്. എന്നിട്ടും 3ാമതും ശ്രമിക്കുകയാണ്. ഒപ്പം വാപ്പ ഉണ്ട്. കുതിര കുറച്ച് കുഴപ്പം പിടിച്ച കുതിരയാണ്. അതിനൊന്ന് അതിൻ്റെ ടെമ്പർ കുറയ്ക്കാനുള്ള കയറാനുള്ള ശ്രമത്തിലാണ്. ഐഷമോള് കയറാൻ വരുമ്പോഴത്തേക്കും ആ കുതിര മറിഞ്ഞു വീഴാണ്. ട്രെയിനർമാർ പല തരത്തിലും ശ്രമിക്കുന്നുണ്ട്. കുതിര യാതൊരു വിധത്തിലും അതിൻ്റെ മേളിൽ കയറാൻ സമ്മതിക്കണില്ല. ഐഷമോള് പിന്മാറാൻ തയ്യാറല്ല. വാപ്പ പിന്മാറാൻ തയ്യാറല്ല. കാണികൾക്കൊക്കെ നല്ല ഭയമുണ്ട്. പലരും അതിൻ്റെ ഇടയിൽ കമൻ്റൊക്കെ പറയുന്നതിന് വേണ്ട അവസാനിപ്പിക്കാൻ സമയമായി എന്നൊക്കെ. എങ്കിലും ഐഷമോള് പിന്മാറാൻ റെഡിയല്ല. വാപ്പയും പ്രോത്സാഹിപ്പിക്കാൻ ഒപ്പം തന്നെയുണ്ട്. നല്ല ട്രെയിനർമാർ കുതിരയോടൊപ്പം വന്ന ഒരുപാട് ട്രെയിനർമാരുണ്ട്. അവരും ഒക്കെ കട്ടക്ക് ഒപ്പം തന്നെ നിന്നിട്ടോ. എന്താവുമെന്നറിയില്ല. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം. ആകാംക്ഷയോടെ നിൽക്കണം. അങ്ങനെ ട്രെയിനർമാരും ശ്രമിച്ചിട്ടും ആ കുതിര നിൽക്കാൻ തയ്യാറായില്ല എന്നുള്ള അതിൻ്റെ ടെമ്പർ ഒട്ടും കുറയുന്നില്ല. നമ്മളെല്ലാവരും അത് നോക്കിക്കണ്ടാണ്. അങ്ങനെ ഐഷമോള് കരഞ്ഞുകൊണ്ട് ആ കളം വിടാണ്. എല്ലാവരും പ്രതീക്ഷിച്ചത് ഇനി ഐഷമോള് തിരിച്ചു വരില്ല. ഇന്നത്തെ ഒരു ദിവസം റൈഡിന് വേണ്ടി സ്വന്തം ഉമ്മ കൂട്ടിക്കൊണ്ടുപോവാണ്. കണ്ണീരോടെയാണ് പോകുന്നത്. വേറൊന്നുമല്ല, ആ കരച്ചിൽ ഇവിടെ ഓടിക്കാൻ പറ്റാതിരുന്നതിലുള്ള എല്ലാവരും പറഞ്ഞ് ഇനി ഓടിക്കേണ്ടാണ്. ട്രെയിനർമാർ അത്ര കഷ്ടപ്പെട്ടു നോക്കി. അവരും പറഞ്ഞ് ഐഷമോളോട് ഇന്ന് ആ കുതിരയെ ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത്. എങ്കിലും 2ാമതും 3ാമതും 4ാമതും കഴിഞ്ഞിട്ട് വീണ്ടും വരാനിട്ട ആ വാപ്പയോടൊപ്പം വാപ്പയോട് പറഞ്ഞ് എനിക്കത് ഓടിച്ചേ പറ്റൂ, അതും ഇന്ന് തന്നെ. അങ്ങനെ ആ മോള് വരാനിട്ട ആ ഒരു കാഴ്ച വല്ലാത്തൊരു കാഴ്ച. ആ ഒരു ധൈര്യം. വെറും 13 വയസ്സ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐഷ മർവ എന്ന കോഴിക്കോട്ടുകാരിയുടെ ആ ധൈര്യം, ആ സ്ട്രെങ്ത്, ഇതെല്ലാം നമ്മൾ ഇന്ന് കാണാനുണ്ട്. വീണ്ടും വരാനിട്ട ഐഷ മർവ ആ വാപ്പയോടൊപ്പം ആ കോഴിക്കോട്ടുകാരി വെറും 13 വയസ്സുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐഷ മർവ, ആ ഗട്സ്, ആ ഒരു ധൈര്യം, ആ ഒരു സ്ട്രെങ്ത് വാപ്പയും ഒപ്പം കട്ടക്ക് ഒപ്പം നിന്നിട്ട് വരാനിട്ട കാണികൾ ടെൻഷനാണ്, സംഘാടകർ ടെൻഷനാണ്. ഇതൊക്കെ മറന്നിട്ട് ആ വാപ്പയും മോളും ആ കാണികളുടെ മുന്നിലേക്ക് ഇതേ വരാനിട്ട അതേ കുതിരയെ ഓടിക്കാൻ തയ്യാറായി. പലവട്ടം ശ്രമിച്ചിട്ടും കുതിര താഴ്ത്തിട്ടാണ് എന്നൊക്കെ മറികടന്നിട്ട് അതെല്ലാം മറികടന്ന് വീണ്ടും കയറിയിട്ടാ ആ ഒരു പോക്ക്. ആ ടൈമിങ് ഇപ്പം അറിയാൻ പറ്റൂ കേട്ടോ. ഐഷമോള് ഓടിക്കയറുന്നത് അവിടെ നിൽക്കുന്ന ജനങ്ങളുടെ കാണികളുടെ ഹൃദയത്തിലേക്കാണ് കേട്ടോ. ആ വാപ്പക്കും മോൾക്കും ഒരു കയ്യടി കൊടുക്കാതെ ആർക്കും അവിടുന്ന് മടങ്ങാൻ പറ്റില്ല. സംഘാടകരും എല്ലാവരും ഒരുപോലെ കൈയടിച്ച് ആ ഒരു ഗട്സിനെ, ആ ഒരു സ്ട്രഗ്ലിങ്ങിനെ, ആ ഒരു ആത്മാർത്ഥതയെ, തളരാത്ത ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആ ഒരു കുടുംബത്തോടൊപ്പം ആ നിന്ന കാണികൾ ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്.
വാപ്പ ഉമ്മ ഫാമിലി ഒക്കെ ഉണ്ട്. അവരുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോവാട്ടാ. 1 2 അല്ല, പലവട്ടം കുതിരപ്പുറത്തുനിന്ന് വീണു. അപ്പൊ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു ഇനി വേണ്ട കടുത്ത വെയില് ഇത്ര ബുദ്ധിമുട്ട് ഒക്കെ വീണിട്ടും വീണ്ടും ഓടിക്കാൻ കാണിച്ച ഒരു ഇതുണ്ടല്ലോ, അത് ആരെ കാണിച്ച? വാപ്പായാണോ മോളാണോ? മോളാണ്. എല്ലാവരും കൈയടിക്കും. ഞാനും ഒരു നിമിഷത്തേക്ക് വേണ്ട എന്നൊന്ന് ചിന്തിച്ചു പോയി. മോളെ പേടിണ്ടായില്ല എത്രയൊക്കെ വീണിട്ടു? കരഞ്ഞുകൊണ്ട് വരണ ഞാൻ കണ്ട്, ഓടിക്കാൻ പറ്റാതിട്ട് കരഞ്ഞുകൊണ്ട് ആ ട്രാക്കിന്ന്. എന്നിട്ടും ഞാൻ വാപ്പായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു ഇനി ഓടിക്കണോന്നാണ് മോള് പറഞ്ഞെന്ന് പറഞ്ഞു. ഓടിച്ചപ്പോ എങ്ങനെയുണ്ടായി? മോള് ഓടിച്ചപ്പോഴേ സത്യം പറയാലോ, വാപ്പ ഇത് വല്യപ്പ ആ ഇരിക്കുന്ന വല്യമ്മ ഓടിച്ചു കഴിഞ്ഞപ്പോ തന്നെ എന്നോട് പറഞ്ഞു മോള് ഓടിച്ചെന്ന്. നിങ്ങളുടെ ഫാമിലിയുടെ മാത്രമല്ല ഈ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഓടിച്ചു കാണണമെന്നുണ്ടായി. ഇതിനു മുമ്പും പല പ്രാവശ്യം ഓടിച്ചിട്ടില്ലേ? എവിടെയൊക്കെ ഓടിച്ചിട്ടുണ്ട്? അവിടെയൊക്കെ ഓടിച്ചിട്ടുണ്ട്. അതും ഈ കുതിരയാണോ? എന്താ കുതിരയുടെ പേര്? ധീര. ഈ കോഴിക്കോട് എവിടെയായിട്ടാണ് നിങ്ങൾ ഇത് പഠിക്കണേ? ഞാനാ പഠിപ്പിക്കുന്നത്. എത്ര വർഷമായി കാണും ഇപ്പൊ? ഒരു 3-4 വർഷം ആയി. അല്ലേ? ഇത് ഇളയത്. ഇത് എങ്ങനെയാ മോൾക്ക് ഇങ്ങനെ ഒരു ഹോഴ്സ് റൈസിങ്ങിനോട് താല്പര്യം? ചെറുപ്പത്തിലെ താല്പര്യം. ഇപ്പൊ എന്തിനാ പഠിക്കണേ? സ്കൂളിൽ 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിന്. അപ്പൊ പാസ്സായി. അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാം അൽഹംദുലില്ലാ നിക്കാണ്. ഇനിയിപ്പോ നാട്ടിലേക്ക് പോവും. എപ്പോ വന്നു ഇവിടെ? ഇന്നലെ രാത്രി വൈകിട്ട്. ഇനിയിപ്പോ ഇവിടുന്ന് തിരിക്കും. എല്ലാം ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്. ഉമ്മ എങ്ങനെയുണ്ടായി? ഏത്? അത് പെങ്ങള്, ഇത് വല്യമ്മ. ഉമ്മ എവിടെയാ? ഐഷാമറവാടെ അവിടെ ഇരിക്കുന്നത്. ഉമ്മ ഓടിവാ. എല്ലാവരും ഉണ്ട്. ഒരുപാട് പേര് കൈകൂട്ടി. അതുപോലെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന സംഭവമാണ്. കാരണം ഒന്ന് ഞാൻ പറയാട്ടോ, ഇത്തരം വീഴ്ച ഉണ്ടായിട്ടും അതിന്ന് കേറിപ്പോന്നില്ലേ, ആ ഒരു ഗട്സ് അതെല്ലാവർക്കും ഉണ്ടാവണ സംഭവമല്ല. അതെന്തായാലും അടിപൊളിയാണ് കേട്ടോ. മറ്റുള്ള പെൺകുട്ടികൾക്കായാലും ഇതൊരു മാതൃക അല്ലേ? ഇവനോട് ഒരു ദിവസം കയറാൻ പറഞ്ഞിട്ട് ഇവൻ കേറിയില്ല, വീഴുന്ന് പറഞ്ഞിട്ട് പേടിയാണ്. അപ്പൊ അടിപൊളിയാണ്. അപ്പൊ കുതിര ധീരം അടിപൊളിയാണ്, വാപ്പ അടിപൊളിയാണ്, ഐഷാമറ അടിപൊളിയാണ്, വല്യപ്പ എല്ലാവരും അടിപൊളിയാണ് കേട്ടാ. നീ ഓടിക്കണം. എന്താ നിന്റെ പേര്? ആലിയ മെഹ്റ. മോളാണ്. അതാരത്? അതിലൊക്കെ നടക്കുന്നുണ്ടല്ലേ? എന്തായാലും നമുക്ക് കോഴിക്കോട് വെച്ച് ഒരു ദിവസം മീറ്റ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാ.